അനഘയാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. സൈലത്തിൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസിൽ ഒരാളാണ് അനഘ. അനഘ ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ MBBS ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. നമുക്ക് അനഘയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. ഹായ് അനഘ, എങ്ങനെയുണ്ട് ക്യാമ്പസ്? ക്യാമ്പസ് നല്ലതാണ്. കോഴിക്കോട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. ക്യാമ്പസ് ഒരു മന്ത് ആയതിന്റെ കുറച്ചുകൂടെ കാണാനൊക്കെ ഉണ്ട്. പോകുന്നു, നല്ല രീതിയിൽ പോകുന്നു. ക്ലാസ്സസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നു. ക്ലാസ് ഒക്കെ നല്ലതാണ്. നമുക്കിപ്പോ തിയറി ക്ലാസ് ഫസ്റ്റ് 2 hour ഉള്ളൂ, പിന്നെ ഡിസെക്ഷൻ ആണ്, കഴിഞ്ഞ പ്രാക്ടിക്കൽ ആണ്. അങ്ങനെ പോകുന്നു. എങ്ങനെയുണ്ട് ഡിസെക്ഷൻ ലാബ്? ഡിസെക്ഷൻ ലാബ് എല്ലാരും സ്വപ്നം കണ്ട പോലെ തന്നെയാണ്. നല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഡിസെക്ഷൻ ഹാൾ തന്നെ ആയിരിക്കും. നമ്മള് എബ്രഹാം മറ്റേ ഓസ്ലർ സിനിമയിലൊക്കെ കണ്ട കോട്ടൊക്കെ ഉണ്ട്. എല്ലാവർക്കും പൊതുവെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഡിസെക്ഷൻ ഹാൾ തന്നെയാണ്. അനിയൊന്ന് ആ സിനിമ ഷൂട്ട് ചെയ്തതും കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് തന്നെയായിരുന്നു അല്ലേ? അപ്പൊ മോള് സ്വപ്നം കണ്ടൊരു ക്യാമ്പസിലാണോ മോളിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്? മോളുടെ നാട് ശരിക്കും? നാട് ആക്ച്വലി ആലപ്പുഴയാണ്. അപ്പൊ പഠിച്ചത് ഞാൻ തൃശ്ശൂരാണ് ചെയ്തത്. തൃശ്ശൂർ വിജയഗിരിയിലായിരുന്നു, ഫീനിക്സ് ബാച്ചിലായിരുന്നു. ദിനേശ് സാറിന്റെ ഒക്കെ ബാച്ചിലായിരുന്നു. മോള് റിപ്പീറ്റ് ചെയ്തതും സൈലത്ത് തന്നെയായിരുന്നു? അതെ, അതിന് മുമ്പ് ഞാൻ റിപ്പീറ്റ് ചെയ്തതും സൈലത്ത് തന്നെയാണ്. കുറെ നാളായിട്ടുള്ളൊരു സ്വപ്നമാണല്ലോ ഡോക്ടർ ആവുക എന്നുള്ളത്. ഒരുപാട് നാളായി. ഓർമ്മയുണ്ട് എന്നായിരിക്കും ആദ്യമായിട്ട് ഡോക്ടർ ആവണം എന്നൊരു ആഗ്രഹം മോളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുക? ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളിലൊക്കെ ടീച്ചർമാർ വെക്കില്ലേ നമ്മുടെ പ്രൊഫഷൻ എന്താവണം എന്നൊക്കെ. അങ്ങനെ നമ്മളെല്ലാരും പറയല്ലോ ഡോക്ടർ ആവണം, അങ്ങനെ ആവണം, പീഡിയാട്രിഷ്യൻ ആവണം, അങ്ങനെയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഗ്രാജുവലി അങ്ങ് സെറ്റ് ആയതാണ്. ഇപ്പം നമ്മുടെ 10th പഠിക്കുമ്പോൾ നമ്മൾ സയൻസ് എടുക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ട്രീം എടുക്കണം. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ സയൻസ് ആണെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടം, ഫിസിക്സ് ഒക്കെ എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ സയൻസ് എടുത്തു. പിന്നെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. നമ്മുടെ ആരും ഇല്ല മെഡിക്കൽ പ്രൊഫഷനിലുണ്ടെങ്കിലും അങ്ങനെ ഡോക്ടേഴ്സ് ആയിട്ട് ആരും ഇല്ല. അപ്പൊ ആദ്യം ഫാമിലിയിൽ ആദ്യമായിട്ട് ഡോക്ടർ ആവുന്നതിന്റെ ഒരു ഇൻട്രസ്റ്റും കൂടെ ഉണ്ടായി. എക്സൈറ്റ്മെന്റ് കൂടി ഉണ്ട്. എക്സൈറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് എന്നെക്കാ ഹാപ്പി മിക്കവാറും എന്റെ വീട്ടുകാരായിരിക്കും. വെരി ഗുഡ്. എന്തായാലും അവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അനഘയിലൂടെ സാക്ഷാത്കരിക്കാൻ പോവാണല്ലോ. നല്ല കാര്യം. അങ്ങനെ ഒരു ഡോക്ടർ ആവണം എന്നുള്ളൊരു കാര്യത്തെ ഇൻസ്പയർ ചെയ്ത എന്തെങ്കിലും ഇൻസിഡൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫില്? അങ്ങനെ ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ മേ ബി നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ട് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോകുമ്പോഴൊക്കെ എന്റെ ഏജിലുള്ള ഡോക്ടേഴ്സിനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അവർ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അങ്ങനെ മേ ബി അങ്ങനെ ആയിരിക്കും. നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആണെങ്കിലും എല്ലാവരും നല്ല നല്ല രസമാണ്. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആണല്ലോ അല്ലേ? അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ ഈ ഒരു യാത്ര, അതായത് നമ്മളിപ്പോൾ MBBS ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയി നിൽക്കുന്നവരുള്ളൊരു യാത്രയാണ്, നമ്മൾ സ്വപ്നം കണ്ടൊരു ദിവസം മുതൽ ഈ ദിവസം വരെ. ആ യാത്ര വളരെ എളുപ്പമായിരുന്നോ? ഒരിക്കലും എളുപ്പമാണെന്ന് പറയില്ല, നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഞാൻ നോക്കുമ്പോഴേക്കോ അന്നൊക്കെ ഞാൻ എങ്ങനെയാ അത് ഓവർകം ചെയ്തതെന്നൊക്കെ ആലോചിക്കും. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു സ്ട്രെസ് പീരീഡ് ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും. എത്ര ഫാമിലി സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് സ്വന്തമായിട്ട് അതെനിക്ക് തോന്നുന്നു നമ്മൾ പഠിക്കുന്ന അത്രയും കാലം ഉണ്ടാവും. ഇപ്പൊ ഇവിടെ കയറിയാലും അതെ, കുറെയൊക്കെ നമ്മൾ തന്നെ ഓവർകം ചെയ്യാൻ പഠിക്കണം. നമ്മൾ അതിനെ എന്താ നമ്മുടെ മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിച്ച് ഓവർകം ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ളു. ആ ഒരു യാത്രയിൽ സൈലത്തിന് ഒരു വലിയ റോൾ ഉണ്ടാവില്ലേ? എന്തായിരുന്നു ആക്ച്വലി സൈലത്തിന്റെ റോൾ അവിടെ? സൈല ആക്ച്വലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ആക്ച്വലി സൈലത്തിൽ നിന്നാണ് കിട്ടിയത്. എനിക്ക് നമ്മൾ +2 പഠിക്കുന്ന പോലെ അല്ല, ഓൾ ഡിഫറെൻ്റ് ആണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എൻട്രൻസിന് വേണ്ടി പഠിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ പഠിക്കണ്ടേ, എവിടെ ഫോക്കസ് ചെയ്യണം, എങ്ങനെ പഠിക്കണം, MCQ പഠിക്കണം, അങ്ങനെയുള്ളതൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ നമ്മുടെ ഹോസ്റ്റലാണെങ്കിലും നല്ല ഇതായിരുന്നു. മെൻറ്റർ എപ്പോഴും നമുക്ക് മെൻറ്റർ ഉണ്ടാവും, ഏത് സമയത്ത് നമുക്ക് മെൻറ്റർ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ നമ്മളെല്ലാവരും പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ ഡൗട്ട് ചോദിക്കുന്നു, നമ്മൾ ഓരോരുത്തർ ഇപ്പോൾ അറിയാവുന്നവരോട് ഡൗട്ട് ചോദിക്കുന്നു, അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആവുന്നു. എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളായി. പിന്നെ NCERT-ലുള്ള നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ തമ്മിൽ നമുക്ക് ഇന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം, അങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. ഇക്ലിബ്രത്തിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ കുറേ അങ്ങനെ ചെയ്തിട്ടുണ്ട്. മോള് ഫീനിക്സിലായിരുന്നല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഫീനിക്സ് ബാച്ച്? ഫീനിക്സ് ആക്ച്വലി നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് തിയറി വേണ്ടടുത്ത് തിയറി പറയും, കംപ്ലീറ്റ് തിയറി ഇല്ല, ക്വസ്റ്റ്യൻ അങ്ങനെ മാത്രമല്ല, തിയറി വേണ്ടടുത്ത് തിയറി പറയും. പക്ഷെ മോർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ആക്ച്വലി ഫീനിക്സ് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമ്മളൊരു കോമ്പറ്റീവ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ആണല്ലോ, നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നമ്മുടെ കോൺഫിഡൻസ് ഇങ്ങനെ കൂടി വരും നമുക്ക് അല്ലേ? ആക്ച്വലി നമ്മുടെ ഒരു ക്യാമ്പസിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, കാരണം നോർമലി നമ്മൾ പറയാറുണ്ട് റിപ്പീറ്റഡ് ക്യാമ്പസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്താ പറയുക ഭീകരമായൊരു സംഗതിയാണ് എന്നൊക്കെ പൊതുവെ ഒരു അഭിപ്രായം പുറത്തുണ്ടല്ലോ.
അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും അനഘയ്ക്ക് ഉണ്ടായിരുന്നേ? ഇല്ല, ഭയങ്കര ഓപ്പോസിറ്റ് ആയിരുന്നു. അതായത് എനിക്ക് ആക്ച്വലി എനിക്ക് വിജയ ക്യാമ്പസ് നല്ല ഇഷ്ടമായിരുന്നു. അതായത് നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്ലി, ഇപ്പം മെൻറ്റേഴ്സ് ആണെങ്കിലും അതായത് നമ്മുടെ ഫാക്കൽറ്റീസ് ആണെങ്കിൽ പോലും നല്ല നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ്. നമുക്കിപ്പം എന്തെങ്കിലും ഡൗട്ട് നമുക്ക് വേഗം ചോദിക്കാം. നമുക്കിപ്പം സ്റ്റാഫ് റൂമിൽ തന്നെ എല്ലാവരും എപ്പോഴും കാണും. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ഇപ്പം എല്ലാവരും നല്ല ഇതായിരുന്നു. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു റിപ്പീറ്റർ പ്രോഗ്രാമിൻ്റെ ഭാഗമാകുമ്പോൾ മെറ്റീരിയലുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇപ്പോൾ സൈലത്തിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ സൈലത്തിൻ്റെ DPP കളാണെന്ന് തോന്നുന്നതിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു സൈലത്തിൻ്റെ മെറ്റീരിയലും DPP യും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? എനിക്ക് ആക്ച്വലി ഏറ്റവും കൂടുതൽ ഇഷ്ടം DPP തന്നെയാണ്. DPP യും മൈൻഡ് മാപ്പും നല്ല യൂസ്ഫുൾ ആണ്. ഇപ്പോൾ DPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർഗാനിക്കിൻ്റെ ആണെങ്കിലും ഓർഗാനിക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ആക്ച്വലി ഇഷ്ടപ്പെട്ടത് ഓർഗാനിക്കിൻ്റെ ആയിരുന്നു. പിന്നെ നമുക്ക് ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ തന്നെ, ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മേ ബി നമ്മൾ DPP തന്നെ ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. ഇപ്രാവശ്യത്തെ എൻട്രൻസ് തന്നെ ആണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് DPP തന്നെ ഉണ്ട്. അങ്ങനെ പിന്നെ മൈൻഡ് മാപ്പ് നമുക്ക് അവസാനം റൗണ്ടിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മൾ പിന്നെ നമ്മൾ തന്നെ പോയിന്റ് എഴുതുമ്പോൾ ഉള്ളൊരു ടൈം ലാഗ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നല്ല യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ സൈലത്തെ കുറിച്ച് പറയുമ്പോൾ എടുത്തു വരേണ്ട ഒരു സംഗതിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബാച്ചിൻ്റെ എക്സാമുകൾ അല്ലേ? എല്ലാ മാസവും നടക്കുന്ന നീറ്റ് മോക്ക് എക്സാമുകൾ. മോള് എല്ലാ GAB എഴുതിയിരുന്നോ? ഞാൻ എല്ലാ GAB എഴുതിയിട്ടുണ്ട്. ഇതുവരെ ഞാൻ അങ്ങനെ എക്സാം സ്കിപ്പ് ചെയ്യുന്ന ഒരാളല്ല. യൂഷ്വലി കുറച്ചുകൂടെ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ നമുക്ക് GAB നടത്തുന്ന രീതിയാണെങ്കിൽ തന്നെ നല്ല നമുക്ക് നീറ്റ് ഓറിയന്റഡ്, എൻട്രൻസ് ഓറിയന്റഡ് ആക്ച്വൽ നീറ്റിന് നമ്മൾ എന്തൊക്കെ ചെയ്യും അതൊക്കെ അവിടെ ഉണ്ട്, എല്ലാം അവിടെ ഉണ്ട്. നമ്മളപ്പം അതിനിടയ്ക്ക് ടൈം നമുക്ക് അറിയാലോ, നമ്മൾ എൻട്രൻസ് എഴുതുമ്പോൾ കുറച്ച് ടൈം നമുക്ക് എന്തായാലും പോകും. ആ ഒരു ഇതുപോലും നമുക്ക് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പം നമുക്ക് നല്ല ആ ഒരു അറ്റ്മോസ്ഫിയർ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് എത്രത്തോളം നമ്മളൊരു നീറ്റ് എക്സാമിനെ സഹായിച്ചിട്ടുണ്ടാവും? ആക്ച്വലി നമ്മൾ നീറ്റ് എഴുതാൻ പോയപ്പോഴത്തേക്ക് എങ്ങനെ വെച്ചാൽ GAB എഴുതാൻ പോകുന്ന പോലെ ഒരു ഫീൽ ആയിരുന്നു. അതായത് നമ്മൾ ഇത് അതെ എത്രയോ വട്ടം എഴുതിയതാണ് ഇങ്ങനെ ഒരു എക്സാം. അന്ന് നമുക്ക് കുറച്ചാകുമ്പോൾ അറിയാലോ, ഒരു ലെവലാകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ്, GAB ചെയ്ത് നമുക്ക് മാർക്ക് ഉണ്ടെങ്കിൽ കോൺഫിഡൻസ് ഉണ്ട്, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു നീറ്റ് എഴുതാൻ പോയപ്പോഴും. ഇതുവരെ GABക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായി, ഇനിയിപ്പോ ഇതും ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അനഘയുടെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള നീറ്റ് യാത്ര നമ്മൾ കേട്ടു. ഇനി വരാൻ പോകുന്ന നീറ്റ് ആസ്പിരൻസിനോട് അനഘയ്ക്ക് എന്താ പറയാ? എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പൊ ഞാൻ പറയാൻ, അതായത് നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ എത്തിക്കുന്നത്. അതായത് സൈലത്തിന്റെ പാട്ട് അവരെന്തെങ്കിലും ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ പാട്ട് നന്നായിട്ട് ചെയ്യുക, റിഗ്രറ്റ് അടിക്കാതിരിക്കുക, നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക. എന്തായാലും നമ്മൾ ഇതിനു വേണ്ടി പുറപ്പെട്ടു, അപ്പൊ നന്നായിട്ട് മാക്സിമം ചെയ്യുക. എല്ലാവർക്കും നമുക്കൊരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് അല്ലേ? അപ്പോൾ എല്ലാവർക്കും